ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതായിരിക്കണം ഈ കുഞ്ഞിന്റെ പേരിൽ ഈ വീട്ടിൽ നടക്കുന്ന അവസാന കൈമാറ്റം. ഇതിനെന്തെങ്കിലും മാറ്റം വന്ന ഞാൻ ഇനിയും ഇവിടെ വരുന്നത് ഈ രീതിയിലായിരിക്കില്ല. പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ചാലും IPSനും IASനും ഒരേ മൂല്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പോ നീതി എന്റെ കൂടെ ആയിപ്പോയി. ദത്തനെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറെ വെറുതെ ഡമ്മിയാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ എന്റെ അവസ്ഥ കൂടി താനൊന്ന് മനസ്സിലാക്കണം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ തനിക്കെന്നെ വിമർശിക്കാവോ. താങ്ക്സ്. എന്നാ ഇനി നിങ്ങൾക്ക് പോവാം. അമ്മേ, അറിയാതെ പോലും അമ്മ എന്നെ ശപിക്കരുത്. എനിക്ക് വഴിയില്ലാഞ്ഞിട്ടാ. മോളെ, പിടിച്ചു പറിച്ച് തന്നതാ. ഇനി നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാ. അല്ലാതെ കുഞ്ഞു പോയിന്നും പറഞ്ഞ് എന്നെ വിളിച്ച് കരയാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞത് എന്റെ മോളോടാ. പിന്നെ മരുമോനോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിനക്ക് ഇവളെ കെട്ടിച്ചു തന്നത് പൊന്നുപോലെ നോക്കാൻ വേണ്ടിയാ. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇവളെ കരയിക്കാനല്ല.
മോളിങ്ങനെ കരയാതെ. കരഞ്ഞ തോറ്റുപോയി എന്നല്ലേ എന്റെ അർത്ഥം. ഇതിവിടം കൊണ്ടൊന്നും തീരില്ലെന്നേ. കുഞ്ഞേതായാലും ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് വഴിയുണ്ടാക്കാം. മോള് കരയാതെ. എന്താ ഉദ്ദേശം? കരഞ്ഞ് കാല് പിടിക്കാനാണോ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമാണെന്ന് സമ്മതിച്ചല്ലോ അല്ലേ? സംശയം എന്താ? ബോംബിനേക്കാൾ ഭീകരമായ ആയുധം കയ്യിൽ വെച്ചോണ്ട് കോംപ്രമൈസിന് വരുന്നത് അബദ്ധമല്ലാതെ പിന്നെ എന്താ? എന്താണാവോ ഇത്രയും വലിയ ആ ബോംബ്? കേൾക്കുമ്പോ ബോധം കെട്ട് താഴെ വീഴാതിരിക്കാൻ കളക്ടർ എവിടെയെങ്കിലും പിടിച്ചു നിന്നാ കൊള്ളാം. കൊള്ളാലോ. ചെമ്പകശ്ശേരി ആത്മജൻ നല്ല കോൺഫിഡൻസിലാണല്ലോ വന്നിരിക്കുന്നത്. എന്റെ കോൺഫിഡൻസിനൊന്നും അന്നും ഇന്നും യാതൊരു കുറവുമില്ല. അത്രയും വലിയൊരു ബോംബ് തൽക്കാലം പൊട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ചെറിയൊരു മര്യാദ കാണിച്ചത്. ആ ബോംബ് പൊട്ടിയ പിന്നെ അമ്മയും മകളും ചെമ്പകശ്ശേരി വീടിന്റെ പടി പോയിട്ട് പരിസരം പോലും കാണില്ല. എന്താ തുടക്കത്തിലും മുഖത്തുണ്ടായിരുന്ന പ്രസാദമൊന്നും കാണുന്നില്ലല്ലോ? പേടിച്ചു പോയോ? നാടകം കളിക്കാതെ നീ വന്ന കാര്യം പറ. പറയാൻ തന്നെ വന്നത്. പിന്നെ അത്രയും ഭീകരമായൊരു കാര്യം പറയുന്നതിന് മുൻപ് ഒരു ചെറിയ മുഖവരയൊക്കെ ആവാന്ന് വിചാരിച്ചു. മുഖവര കഴിഞ്ഞില്ലേ? നീ കാര്യം പറ. കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാ. പക്ഷേ എനിക്കത് അറിയാവുന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല എന്ന് മാത്രം. ഇതെന്തോന്ന്, കടങ്കഥയോ? കടങ്കഥയാണെങ്കിലും അതിനൊരു ഉത്തരം ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ കഥയ്ക്ക് ഉത്തരവില്ല. ദേ, എന്റെ സമയം വളരെ വിലപ്പെട്ടതാ. എന്റെ സമയം അതിലും വിലപ്പെട്ടതാ. എങ്കി പിന്നെ എന്തിനാ അത് വെറുതെ കളയുന്നേ? ശരി, കളക്ടറുടെ തിരക്കും എന്റെ തിരക്കും പരിഗണിച്ച് ഞാൻ കാര്യം അങ്ങ് പറയാം.